വെടിനിർത്തൽ ചർച്ചകളിൽ കരിനിഴൽ വീഴ്ത്തി ഹമാസ് നിലപാട്. സീസ് ഫയർ പ്രമേയത്തിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത മറുപടി നൽകിയ ഹമാസിന്റെ നിർദ്ദേശങ്ങൾ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ തള്ളി രംഗത്ത്. സമാധാന ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടയിൽ തന്നെ ഇസ്രായേൽ തങ്ങളുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുന്ന ഈജിപ്ത്, ഖത്തർ പ്രതിനിധികൾ ഹമാസിന് കൈമാറിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ ഹമാസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും സമാധാനം ആഗ്രഹിക്കാതെയുള്ള സമീപനമാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നവർ തന്നെ പറയുന്നു. ഇത്തരം മറുപടിയല്ല സമാധാനത്തിനാവശ്യം, ഇത് ഗൗരവമല്ലെന്നും പുതിയ മറുപടി തയ്യാറാക്കി വരുവാൻ ഇവർ ഹമാസിനോട് ആവശ്യപ്പെടുകയുമാണിപ്പോൾ. ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം ഐക്യരാഷ്ട്രസഭ വഴി മാത്രം നടത്തുക എന്നതും വെടിനിർത്തൽ കാലാവധിയിൽ ഇസ്രായേൽ സൈന്യം എവിടെ നിലയുറപ്പിക്കണം എന്നതിൽ ഹമാസ് മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്നും ഹമാസ് പിന്മാറുക, ഒപ്പം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് സംബന്ധിച്ച മുൻപ് ഹമാസ് അംഗീകരിച്ച നിലപാടിൽ നിന്ന് ഹമാസ് വ്യതിചലിക്കുകയും ഇതൊക്കെയാണ് ശരിക്കും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കാത്ത ഹമാസ് നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് US രംഗത്തെത്തി. ഹമാസിന്റെ സമാധാന ചർച്ചയിലെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ഗാസയിൽ പ്രതിദിനം കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നുവെന്നും ഇനി വൈകരുത് എന്നും ഗൗരവത്തോടെ മുന്നോട്ടു പോകണമെന്നും ട്രംപ് ഗവൺമെന്റ് പ്രത്യേക പ്രതിനിധി ബെഹ്ബാഹ വ്യക്തമാക്കി. അതേസമയം ഗാസയിലെ സാധാരണക്കാരെ വീണ്ടും കൊരുതി കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഹമാസ് നിലപാടിനെതിരെ നിശിതമായി വിമർശിച്ച് രംഗത്തു വന്ന ഈജിപ്ത്, ഖത്തർ നിലപാടാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവർ ചർച്ച ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.